കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യയായ അമൃത സുരേഷ് രംഗത്ത് വന്നത്. ഇപ്പോഴിതാ എലിസബത്തും രംഗത്ത് വന്നിരിക്കുകയാണ്. ബാലയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണെന്ന് ഒട്ടും തോന്നുന്നില്ല. എലിസബത്ത് ബാലയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ബാല ഇവിടം കൊണ്ടൊന്നും തീരുന്ന ഒരു ലക്ഷണവുമില്ല. കാര്യം ഇത് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു സംഭവം തന്നെയാണ്. കുറച്ച് കമന്റ്സിലൂടെയാണ് എലിസബത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ കമന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്റെ കൈകൾ വിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ബാലയ്ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത എലിസബത്ത് സഹികെട്ടിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് തുറന്നു പറഞ്ഞിട്ടുള്ളത്. തന്നെ മാനസികമായും ശാരീരികമായും വല്ലാതെ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് നടൻ ബാല. എന്തിന് തന്റെ ബെഡ്റൂം വീഡിയോ പോലും എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തി. ഇത് ഇനിയും തുടർന്നാൽ ഞാൻ തീർച്ചയായും പോലീസിൽ പരാതി നൽകും. ഇതുകൂടാതെ ഞാനും ബാലയും തമ്മിൽ വിവാഹം കഴിച്ച സമയത്ത് ബാല ഒരുപാട് പെണ്ണുങ്ങളുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു, ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പല തെളിവുകളും രേഖകളും തന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ പുറത്തുവിടുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞ സമയത്ത് ബാലയുടെ അമ്മയും കൂടെ ചേർന്ന് പറഞ്ഞത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, കാര്യം ജാതക പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു വിവാഹത്തിന് പോലും ഞാൻ അപ്പോൾ തയ്യാറായത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബാല രണ്ടാമത് വീണ്ടും വിവാഹം കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇത്തരത്തിലുള്ള സ്വഭാവമൊക്കെ അറിഞ്ഞത് താൻ വിവാഹത്തിന് ശേഷമാണ്. ബാലയ്ക്കെതിരെ പലതവണ പ്രതികരിക്കാൻ നിന്നെങ്കിലും ബാലയുടെ ഗുണ്ടകൾ തന്നെ നേരിട്ടെത്തി ആക്രമിക്കുകയും മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മൗനം പാലിച്ചത്. എലിസബത്തിന്റെ ഈ തുറന്നു പറച്ചിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല ഉദ്യോഗസ്ഥരും ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് കേസ് എടുക്കണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായും ബാല ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല. പലരുടെയും അഭിപ്രായത്തിൽ എലിസബത്ത് തീർച്ചയായും കേസ് കൊടുക്കണമെന്നും ഇത്രയൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയും ബാലയുടെ ഈ ഒരു ഗുണ്ടായിസം സഹിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് പലർക്കും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.